എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ മാസം വൃശ്ചിക രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. ഈ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് അവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കാല ആനുകൂല്യവും നമുക്കൊന്ന് പരിശോധിക്കാം. വൃശ്ചികൻ രാശിക്കാർക്ക് 2023 ജനുവരി 1-ാം തീയതി 4-ാം ഭാവത്തിലേക്ക് ശനി പകരുമ്പോൾ കണ്ടകശനി എന്നൊരു ദോഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കണ്ടകശനിയും 2023 ജനുവരി 19-ാം തീയതി കണ്ടകശനി ആരംഭം. അതോടുകൂടി തന്നെ ആ വർഷത്തിൻ്റെ ഏപ്രിൽ മാസം 22-ാം തീയതിയോടുകൂടിയിട്ട് വ്യാഴം 6 എന്ന ദുസ്ഥാനത്തേക്ക് മറഞ്ഞു. അപ്പോൾ കാലം വളരെ പ്രതികൂലമായ ഒരു കാലത്തിലൂടെ ആയിരിക്കും അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് 2024 ഏപ്രിൽ വരെയുള്ള കാലം. അപ്പോൾ രോഗം ശത്രു കടമെന്ന രീതിയിലുള്ളൊരു ഭാവമായിട്ടാണ് 6 എന്ന വ്യാഴത്തിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ദുസ്ഥാനം എന്ന ദൈവാധീനം ഇല്ലാണ്ട് പോകുന്നൊരവസ്ഥ. പിന്നെ കണ്ടകശനി ദോഷമുള്ളപ്പോൾ അതിരൂക്ഷമായ ഗ്രഹസ്ഥിതി തന്നെയാണ്. മറ്റെന്തൊക്കെ സപ്പോർട്ടുകളുണ്ടെങ്കിലും കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി പോലുള്ളൊരു ദുരിതവും വ്യാഴത്തിൻ്റെ മറവും കൂടെ വരുമ്പോൾ അതൊരു കാലദോഷമായിട്ടുള്ള പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇവർ 2024 മെയ് മാസം 1-ാം തീയതി വരെ ഒരു വർഷക്കാലം പിറകിലേക്ക് ഒരു കടുത്ത കാലദോഷത്തിൻ്റെ ആയിരുന്നു എന്ന് ഇവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് വ്യാഴം 2024 മെയ് മാസം 1-ാം തീയതി ഇടവം രാശിയിലേക്ക് പകരുമ്പോൾ ഇടവം ഇവിടെ 7-ാം രാശിയായിട്ടാണ് വരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു നല്ല മാറ്റമാണ് 7-ലേക്കുള്ളത്. 2, 5, 7, 9, 11 ഭാവങ്ങളിലേക്ക് വ്യാഴം ഗോചരാൽ പകരുമ്പോൾ ആ ജാതകർക്ക് തന്നെയുമല്ല 7 നിന്നുകൊണ്ട് ലഗ്നത്തെ വീക്ഷിക്കുന്നുണ്ട്. വൃശ്ചിക രാശിക്കാരെ വൃശ്ചികൻ രാശിയെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ വീക്ഷണം രാശിയിലേക്ക് കിട്ടുക ശരീരത്തിനും മനസ്സിനും പ്രസാദം, ശരീരപുഷ്ടി, ഒരു ഐശ്വര്യം ഉണ്ടാവുക, അങ്ങനെയുള്ള ദൈവാധീനത്തിൻ്റെ ഒരു കാലമായിട്ടാണ് 7-ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ വ്യാഴം 7-ൽ നിൽക്കുന്നൊരു കാലത്തിലോട്ട് പോകുന്നു. കണ്ടകശനി ദോഷം അവിടെ ഉണ്ട്. 4-ാം ഭാവത്തിലാണ് കണ്ടകശനി. അമ്മയ്ക്ക് ദുരിതങ്ങൾ, അങ്ങനെ വീട്ടിലുള്ള ആൾക്കാർക്ക് ദുരിതങ്ങൾ. 7-ൽ കണ്ടകശനി വരുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ദുരിതങ്ങളൊക്കെ വരും. അപ്പോൾ ഇവർക്ക് 4-ലാണ് കണ്ടകശനി ഇരിക്കുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ 2024 മെയ് മാസം 1-ാം തീയതി കണ്ടകശനി ദോഷത്തെ ചെയ്യുന്ന ശനിക്ക് ഒരു പ്രതിവിധി എന്നോണം വ്യാഴത്തിൻ്റെ മാറ്റം വന്നു ആ രാശിയിലേക്ക്, 7-ാം രാശിയിലേക്ക്. അപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ കണ്ടു തുടങ്ങി. എന്ന് മാത്രമല്ല 2 മാസം കഴിഞ്ഞപ്പോൾ ജൂൺ മാസം അവസാനിച്ചപ്പോൾ കണ്ടകശനി ദോഷത്തെ ചെയ്യുന്ന ശനി വക്രഗതിയിൽ പ്രവേശിച്ചതുകൊണ്ട് ആ ദോഷവും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നിലവിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 9-ാം തീയതിയിലുള്ള സമയം വളരെ നന്നായിട്ട് കാണുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മാസം നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ ഇവർക്ക്, പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇവർക്ക് വരും. ഒന്ന്, ഒക്ടോബർ 9-ാം തീയതി വ്യാഴം വക്രഗതിയിൽ പോകും. അപ്പോൾ 9-ൽ നിന്ന് 7-ാം ഭാവത്തിൽ നിന്ന് വ്യാഴം വക്രഗതിയിൽ പോകുമ്പോൾ അതിചാരേതു വക്രേതു പൂർവ്വരാശി ഗതംഫലം എന്ന രീതിയിലുള്ളൊരു ഫലത്തെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എൻ്റെ മുമ്പത്തെ രാശിയുടെ ഫലങ്ങളൊക്കെ ഏകദേശം കിട്ടും. 6-ാം രാശിയുടെ ഫലങ്ങൾ കിട്ടും. അപ്പോൾ വക്രഗതിയിൽ പോയ ശനി നവംബർ 15 വക്രം വെടിഞ്ഞിട്ട് വീണ്ടും ആ കുംഭം രാശിയിൽ നിന്ന് കണ്ടകശനി ദോഷത്തെ ചെയ്യും. അപ്പോൾ ഇവർക്ക് ഒക്ടോബർ 9-ാം തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെ വക്രഗതി പോകുമ്പോൾ ആ ഒരു ആനുകൂല്യം നഷ്ടപ്പെടുകയാണ്. ശനിയുടെ ഒരു ആനുകൂല്യം അവിടെ വക്രഗതിയിലായതുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വൃശ്ചിക രാശിക്കാർക്ക് ഈ വക്രം അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഒക്ടോബർ 9-ാം തീയതി വക്രഗതി ആരംഭിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു ആനുകൂല്യങ്ങളൊന്ന് ഗ്രഹത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് ഇനി വിശദമായിട്ട് ഈ രാശിക്കാരുടെ ഫലം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അതായത് സൂര്യൻ 11-ാം രാശിയിലേക്കും 12-ാം രാശിയിലേക്കും പകരും. സൂര്യൻ ഇപ്പോൾ കന്നി രാശിയിലാണ് ഉള്ളത്. കന്നിയിൽ നിന്ന് തുലാത്തിലേക്ക് 16-ാം തീയതിയോടെ പകരും. അപ്പോൾ ഈ രാശിക്കാരുടെ 11-ഉം 12-ഉമാണ് സൂര്യൻ വരുന്നത്. 11-ഉം 12-ലും സൂര്യൻ പകരുന്നത് 12-ാം രാശിയിലേക്കല്ല. 11 സർവാഭീഷ്ട സ്ഥാനം ലാഭസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നു. ലാഭസ്ഥാനത്ത് കേതു ഉണ്ട്. വ്യാഴദൃഷ്ടി നിൽക്കുന്ന കേതു ലാഭസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ബുധനുണ്ട് സ്വക്ഷേത്രത്തിലെ 11-ാം ഭാവത്തിൽ. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് കേതു നിൽക്കുന്നത്. അതിന് കേലയോഗം എന്നൊരു യോഗം അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളെ കൊണ്ടുതരുന്ന ഗ്രഹത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ സൂര്യൻ 11-ാം ഭാവത്തിൽ നിന്ന് 12-ാം ഭാവത്തിലേക്ക് പകരുന്നവരെയുള്ള ഒരു മാസത്തിൻ്റെ ആദ്യ പകുതി അവർക്ക് അനുകൂലമായിട്ട് കാണുന്നു. നല്ല പൊസിഷനാണത്. അതുപോലെ തന്നെ
ശുക്രൻ ഒക്ടോബർ 12-ാം തീയതി ഇവരുടെ രാശിയിലേക്ക് വരുന്നതൊക്കെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ സന്തോഷമൊക്കെ നൽകും. ബന്ധങ്ങളിൽ സന്തോഷമുണ്ട്. പ്രണയിതാക്കളാണെങ്കിൽ പ്രണയം നന്നാവുക, വിവാഹിതരാണെങ്കിൽ വിവാഹ ജീവിതം നന്നാവുകയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ പറയേണ്ടത്. അപ്പോൾ 12-ൽ നിൽക്കുന്ന 12ലേക്ക് ബുധൻ കന്നി തുലാൻ രാശിയിലേക്ക് വരുമ്പോൾ ഇവിടെ 12-ാം രാശിയായിട്ട് വരും. അവിടെ ബുധൻ വരുന്നത് അത്ര നല്ല രീതിയിലുള്ള ഫലങ്ങളല്ല. ചൊവ്വ ഇവരുടെ അഷ്ടമരാശി നിൽക്കുന്നത് ഇവരുടെ ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെ ഒന്ന് കുറയ്ക്കും. ആരോഗ്യത്തിന് പ്രതികൂലമാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദമൊക്കെ ഒന്ന് കൂട്ടും ചൊവ്വയുടെ സ്ഥിതി. വ്യാഴം വളരെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇത് 7-ാം ഭാവം നിവൃത്തി സ്ഥാനമെന്നും പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഏപ്രിൽ മുതൽക്ക് ഇങ്ങോട്ട്, ഏപ്രിൽ അവസാനിച്ചത് മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ എന്തിനിറങ്ങിയാലും നടക്കും. നിവൃത്തി എന്ന് പറയുന്ന 7-ാം ഭാവം അങ്ങനെയായിട്ട് ഫലമുണ്ട്. അപ്പോൾ അത് ഒക്ടോബർ 9-ാം തീയതി വരെ അത് നിൽപ്പുണ്ട്. ആ ഒരു ആനുകൂല്യം, സൂര്യൻ്റെ ആനുകൂല്യം ഒക്കെ നിൽപ്പുണ്ട്. അതുപോലെ ശുക്രൻ നിൽക്കുന്നത് ഇവരുടെ ജന്മരാശിയിലേക്ക് പകരാൻ പോകുന്നു 12-ാം തീയതി. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ പൊതുവിൽ വരുന്നു. 5-ൽ നിൽക്കുന്ന രാഹു, 5-ലെ രാഹുവിന് നല്ലൊരു ഭാവമല്ല, ഉപജയഭാവമാണ് രാഹു. 3, 6, 8, 10, 11 രാഹുവിന് അതിവിശേഷമായ ഭാവമാണ്. ഇപ്പോൾ നിൽക്കുന്ന 5-ാം ഭാവത്തിനാണ്. അപ്പോൾ അതും ഇവർക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഒക്ടോബർ മാസം 16-ാം തീയതി 9-ന്റെ വ്യാഴത്തിൻ്റെ വക്രം വരുന്നു. 16-ാം തീയതി സൂര്യൻ രാശി മാറി കഴിയുമ്പോൾ ഇവരുടെ ഒരു ഇവർക്കൊരു ഭാഗ്യം പറയേണ്ടതില്ല. പിന്നീട് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെറ്റ് ബാക്ക്, ഒരു കാലം ഒന്ന് പ്രതികൂലമായതുപോലെ ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടി നമുക്ക് തുടങ്ങും. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രവും സൂര്യൻ്റെ രാശിമാരൊക്കെയാണ്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ ഒക്ടോബറിൻ്റെ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഒക്ടോബറിൻ്റെ ആദ്യ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ഒരു 2-3 മാസങ്ങൾ കണക്കാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനുള്ള ശ്രമം നടത്തണം. കാരണം പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല വൃശ്ചിക രാശിക്കാർക്ക്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നവംബർ 15-ാം തീയതി ശനിയും വക്രം വെടിയുമ്പോൾ ആ ദോഷവും കണ്ടശനി ദോഷവും വരും. ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഒക്ടോബർ മാസത്തിൻ്റെ പകുതിയോടുകൂടി ഇവർ ഒരു ചെറുതായിട്ടുള്ള പരീക്ഷണ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. എങ്കിലും പോലും ദീർഘകാലത്ത് നോക്കുമ്പോൾ വ്യാഴം ആ രാശി മാറുന്നില്ല. 7-ാം രാശി തന്നെ വ്യാഴമുള്ള വക്രഗതിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഭയപ്പെടേണ്ട കാര്യമില്ല. കാലം ഇവർക്ക് അങ്ങനെ തിരിഞ്ഞ് വരാനുള്ള സമയമായിട്ടില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള പ്രതികൂലതകൾ വരും. ഇപ്പോൾ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് പൊതുവിൽ നമുക്ക് ഈ രാശിക്കാരെ വെച്ചിട്ട് നോക്കാൻ കഴിയുന്നത്. ഒരു 10-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മുടെ കുറച്ചൊരു മാസങ്ങൾക്ക് വേണ്ടി ഫെബ്രുവരി 4-ാം തീയതി വരെയുള്ള സമയം നമുക്കൊന്ന് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കുക. കാര്യങ്ങളൊക്കെ ദൈവാധീനമൊക്കെ ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നവംബർ 15-ാം തീയതി ശനിയുടെ ദോഷം വരുമല്ലോ, കണ്ടശനിയുടെ. അപ്പോൾ അതുകൊണ്ടിട്ട് നവംബർ 15-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ ശനിയാഴ്ച ശാസ്താ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകൾ നടത്തുക. അതുപോലെ ഒക്ടോബർ 9-ാം തീയതി വ്യാഴം വക്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞ പൂക്കളൊക്കെ സമർപ്പിച്ച് പ്രീതിപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ തൃക്കൈവെണ്ണ, പാൽപ്പായസം, പ്രിയങ്കരായിട്ടുള്ള തുളസിമാല, താമരമാലയൊക്കെ സമർപ്പിച്ച് ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്പലങ്ങളിൽ പോകുന്ന വ്യക്തികൾ അതിന് തലേദിവസം നോൺ വെജ് ഭക്ഷണം കഴിക്കരുത്. കഴിച്ചാൽ അതിന് ശരീരത്തിൻ്റെ അംശം ഉണ്ടാവും. പിറ്റേ ദിവസം കൊണ്ടിട്ട് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടത് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വ്രതശുദ്ധിയോടെ വേണം പോകാനായിട്ട്. കഴിയുമെങ്കിൽ നോൺ വെജ് ഭക്ഷണം തലേദിവസം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടെ എടുത്ത് പോകുന്നു കൂടുതൽ നമുക്ക് നന്നായിരിക്കും. അങ്ങനെ ദർശനം നടത്തുക. അയ്യപ്പ ക്ഷേത്രങ്ങളിലാണെങ്കിൽ എള്ള് കത്തിക്കുക, നീരാഞ്ജനം നടത്തുക, നെയ്വിളക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ദോഷങ്ങളുടെ ശമിപ്പിക്കുന്നതിനും നമ്മുടെ നല്ല ഫലങ്ങൾ വരുന്നതിനുമൊക്കെ ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് ഈ രാശിക്കാരുടെ പൊതുവിലുള്ള. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതി വന്നു കഴിഞ്ഞാൽ കാലഭൈരവ അഷ്ടകം ചൊല്ലുന്നത് നമ്മൾക്ക് ആ നെഗറ്റീവ് എനർജി നമ്മളിന്ന് പോകാൻ സഹായിക്കും. കാലഭൈരവ അഷ്ടകം ചൊല്ലുന്നത് ഗൂഗിളിൽ നോക്കി എടുക്കുക. ചൊല്ലുന്നത് നമുക്കൊരു നെഗറ്റീവ് ഫലങ്ങളൊന്ന് കുറയ്ക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് ഈ രാശിക്കാരെ പൊതുവിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാർച്ച് 29-ാം തീയതി കണ്ടശനി ദോഷം തീരും. അതുപോലെ തന്നെ മെയ് 22-ാം തീയതി അടുത്ത വർഷം മെയ് 22-ാം തീയതിയോട് കൂടിയിട്ട്
അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയും കുറച്ച് ബുദ്ധിമുട്ടാക്കി മാറും. എന്തായാലും മെയ് 29 കണ്ടശനി ദോഷം തീരുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള ആശ്വാസം. ശനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളധികം ബുദ്ധിമുട്ടിക്കുന്ന ശനിയുടെ സ്ഥിതിയാണ്, വ്യാഴത്തിൻ്റെ സ്ഥിതി അല്ല ശരിക്കും. വ്യാഴം ദുസ്ഥാനത്തിൽ ഇപ്പോൾ ദൈവാധീനം എന്ന് പറയുന്നല്ലാണ്ട് ഇത് വളരെയധികം പരീക്ഷണഘട്ടമാണ് ശനിയുടേത്. അത് 2.5 വർഷം രാശിയിലുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം വ്യാഴം 7 രാശി മാറിയിട്ടില്ല. അതുകൊണ്ട് ആ രാശിയിൽ തന്നെ ഉണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും വക്രഗതിയിലൊരു ചെറിയ പ്രതികൂലതകൾ വരും. അത് മുൻപേ പറയുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളത് തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങളത് മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുമ്പോൾ ആ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ട് നമ്മളതിനോട് നേരിടാനുള്ള ആത്മധൈര്യം നമ്മൾ നേടിയെടുക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോസുരേഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ വ്യാഴത്തിൻ്റെ വക്രതയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ഭാഗ്യം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. ചെറിയ തോതിലുള്ള പ്രതികൂലതയൊക്കെ നേരിടാൻ ഈ രാശിക്കാർക്ക് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.